ഈ ഒരു വെക്കേഷന് കുട്ടികളെ ഇഷ്ടം നോക്കുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടോ. നല്ല മിൽമേന്റെ ഗീ ആണ്, 70 ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടിച്ച ശേഷം ഒരു 40 ഗ്രാം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ആയ ശേഷം അതിലേക്ക് 1 കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. നല്ലോണം അരിച്ചിട്ട് വേണം മൈദ ചേർക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക്, ഇവിടെ എല്ലാ ആൾക്കാർക്കും. അതുകൊണ്ട് നിങ്ങളെ കുട്ടികൾ എന്തായാലും ഇഷ്ടപ്പെട്ടു. അതിലേക്ക് ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി അതെല്ലാം മാറ്റി വെച്ചിട്ട് കുന്തം കുടച്ചക്രമൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കൈ വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാ. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കുഴഞ്ഞ് വരാത്ത ഒരു പരുവാവുകയാണെങ്കിൽ മാത്രം അതിലേക്ക് ഒരു 2 ടീസ്പൂണ് പാലും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. ഇനി അളവിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണാണ് എടുത്തത്. നിർബന്ധം ഒന്നുമില്ല കേട്ടോ. നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും അളവുണ്ടെങ്കിൽ ഒരേപോലെ ആക്കിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് വേണം പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് മോൾഡിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയും കൂടി അതിന്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർ ഫ്രയറിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാണ് ബ്രാൻഡ് എന്ന്. വണ്ടർ ഷെഫിന്റെ 6.5 ലിറ്ററിന്റെ എവിറ്റ ഡിജിറ്റൽ എയർ ഫ്രയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് നമുക്ക് എന്ത് സാധനങ്ങളും ബേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സെറ്റ് കാര്യങ്ങളൊക്കെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 155 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. ഈ ഒരു